ചേട്ടൻ എഴുതുന്ന ചീരിപ്പായ ഒടിയുമ്പോൾ എടുക്കുന്നൊന്നും വന്നില്ല. ചീരിപ്പായ ഈ ചീരിപ്പായ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീ പറഞ്ഞു വെടിവെച്ചത് മതി പോലെ. ദുൽഖറിന്റെ ആ ഒരു സന്തോഷം, സക്സസ് കാണാൻ ദുൽഖറിന്റെ വാപ്പച്ചി കൂടെ ഉണ്ട്. എന്റെ സക്സസ് കാണാൻ അപ്പനില്ല. ഇവിടെ എത്രയോ ഫാൻസ് ആൾക്കാർ അത് ചെക്ക് ചെയ്യട്ടെ. നെയ്മർ നിവിൻ പോളിക്ക് 2 സിനിമകളിൽ നിന്ന് ഓഫറുകളാണ്. ഒരു ഓഫർ തണ്ണീർമത്തം ദിനങ്ങളും പ്രേമലൊക്കെ ഡയറക്ടർ സൂപ്പർ ഹിറ്റാക്കിയ ഗിരീഷ് ഷെട്ടിയുടെ ബെത്ലഹേം യൂണിറ്റ് എന്ന പടത്തിലേക്ക് അഭിനയിക്കാൻ ഒരു റോൾ ലഭിക്കുന്നു. ഇവിടെ മെയിൻ റോൾ, ലീഡ് റോള് മമിത ബൈജുക്കൊപ്പമാണ്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചെയ്ത പോലാണ് ഗിരീഷ് ഷെട്ടി. അയാളുടെ പടത്തിൽ നായകനായിട്ടൊരു ക്ഷണം ഇവിടെ. തൊട്ടപ്പുറത്ത് രാജമൗലി ബാഹുബലി ചെയ്തിട്ടുള്ള, ആറാമം ചെയ്തിട്ടുള്ള, വാരണാസി ചെയ്തിട്ടുള്ള രാജമൗലിയുടെ പടത്തിൽ ഗസ്റ്റ് റോളിൽ പോസ്റ്റിന് താഴെ ചരിത്രത്തിന് ആദ്യമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കമന്റ് ഇട്ടു. സ്വയം ചെറുതായി വലുതാവാൻ ശ്രമിക്കുന്നതല്ല, ഞാൻ ബുക്ക് സമ്മാനിച്ചപ്പോൾ പോലും വായിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാണ് ബുക്ക് കൊടുത്തത്. പക്ഷെ തിരുനെല്ലി ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയൊരു കാര്യം ഫോമോ ആണ്. ഈ ഫോമോ എന്ന വാക്കിനർത്ഥം കൂടെ ആർക്കെങ്കിലും അറിയും? മോമോസ് എന്ന് കേൾക്കുന്നു. അതിന് ഒരു ബന്ധമില്ല. ഫോമോ എന്ന വാക്കിനർത്ഥം ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്നാണ്. എന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ ഞാൻ ചെറുതാണ്, ഇവർക്കൊക്കെ ഉള്ളത് എനിക്കില്ലല്ലോ. ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിനെ വേണമെങ്കിൽ ഫോമോ എന്ന് വിളിക്കാം. ഈ വാക്ക് ആദ്യമായിട്ട് വന്നത് ഹാർവാർഡ് ബിസിനസ് സ്കൂൾ, ലോകത്തിലെ റിനൗൺഡ് ആയിട്ടുള്ള ബിസിനസ് സ്കൂളാണ്. 2004 ഒരു ആർട്ടിക്കിൾ വന്നു. അവരുടെ ന്യൂസ് ലെറ്റർ അതിന്റെ പേര് ദി ഹാർബസ് എന്നാണ്. ഹാർവാർഡ് ബിസിനസ് സ്കൂളിന്റെ ചുരുക്കി പേര് ഹാർബസ്. ഈ ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യം, എല്ലാ വീക്കെൻഡിലും മിനിമം ഒരു 70 പാർട്ടി ഇൻവിറ്റേഷൻസ് ഉണ്ടാവും. ബ്രേക്കപ്പ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും, ലവ് സെറ്റ് ആയതിന്റെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും, പാരന്റ്സിന്റെ വെഡിങ് ആനിവേഴ്സറിന്റെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യും. അങ്ങനെ 24,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ആഴ്ചയും അറൌണ്ട് 70 ഇൻവിറ്റേഷൻസ് ഉണ്ടാവും. ഈ വീക്കെൻഡ് ഫ്രണ്ട്സ് പരസ്പരം ചോദിക്കും, എന്താ പരിപാടി വീക്കെൻഡിൽ? എനിക്ക് വല്ല ബ്രേക്കപ്പ് പാർട്ടി ഉണ്ട്. വേറൊരുത്തോട് എന്താ പരിപാടി? എനിക്ക് നമ്മുടെ ഫ്രണ്ടിന്റെ പാരന്റ്സിന്റെ ആനിവേഴ്സറി ഉണ്ട്. ചിലരുണ്ട് ഈ 70 ഇൻവിറ്റേഷൻസും കിട്ടാത്തതാണ്. അവിടെ നോക്കുമ്പോൾ ഒരു വീക്കെൻഡിൽ തങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഏതൊക്കെയോ പാർട്ടികളിൽ ഇൻവൈറ്റ് ചെയ്യപ്പെടുമ്പോൾ തന്നെ മാത്രം ആരും വിളിക്കുന്നില്ല. അങ്ങനെ ഒരു ക്രൗഡ് ആ ബിസിനസ് സ്കൂളിൽ ഉണ്ടായിരുന്നു. അവരെ റെപ്രസെന്റ് ചെയ്ത് എഴുതിയ ആർട്ടിക്കിളിലാണ് ആദ്യമായിട്ട് പേര് വരുന്നത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. എല്ലാവരും ഉണ്ട്, ഞാനില്ല. ഇതൊന്നും ചെറിയ മക്കളോട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നി തുടങ്ങുന്ന പ്രായമായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. ഈ ഫോമോ എന്ന വാക്കിനൊപ്പം തന്നെ ആ ആർട്ടിക്കിളിൽ പറയുന്ന മറ്റൊരു വാക്കുണ്ട്, ഫോബോ. ഫോബോ എന്തായിരിക്കും? ആദ്യം പറയുന്ന ആൾക്ക് 1000 രൂപ ഗൂഗിൾ പേ. ഗൂഗിൾ ചെയ്ത് കൈപ്പൊക്കാൻ പറയാം, കൈപ്പൊക്കാൻ പറയാം. 10 സെക്കൻഡ് 1 2 3 അങ്ങോട്ട് നോക്കി നമുക്ക് കണ്ടില്ല. ഞാൻ പറയാം. ലാസ്റ്റ് ആദ്യം പറയാൻ യെസ്. Fear of better objectives. 500 രൂപ. Fear of better objectives എന്ന് പറയാം, better options എന്ന് പറയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിവിൻ പോളിക്ക് 2 സിനിമകളിൽ നിന്ന് ഓഫറുകളാണ്. ഒരു ഓഫർ തണ്ണീർമത്തം ദിനങ്ങളും പ്രേമലൊക്കെ ഡയറക്ടർ സൂപ്പർ ഹിറ്റാക്കിയ ഗിരീഷ് ഷെട്ടിയുടെ ബെത്ലഹേം യൂണിറ്റ് എന്ന പടത്തിലേക്ക് അഭിനയിക്കാൻ ഒരു റോൾ ലഭിക്കുന്നു. ഇവിടെ മെയിൻ റോൾ, ലീഡ് റോള് മമിത ബൈജുക്കൊപ്പമാണ്. സൂപ്പർ ഹിറ്റ് പടങ്ങൾ ചെയ്ത പോലാണ് ഗിരീഷ് ഷെട്ടി. അയാളുടെ പടത്തിൽ നായകനായിട്ടൊരു ക്ഷണം ഇവിടെ. തൊട്ടപ്പുറത്ത് രാജമൗലി ബാഹുബലി ചെയ്തിട്ടുള്ള, ആറാമം ചെയ്തിട്ടുള്ള, വാരണാസി ചെയ്തിട്ടുള്ള
രാജമൗലിയുടെ പടത്തിൽ ഗസ്റ്റ് റോളിൽ വിളിക്കുന്നു. ഇതിലേതാണ് പറ്റും? നിവിൻ പോളി ഏത് തെരഞ്ഞെടുക്കണം? രാജമൗലിയുടെ സിനിമയിൽ 5 മിനിറ്റ് വന്നിട്ട് പോകും. പക്ഷെ രാജമൗലിയുടെ പടം ലോകം മുഴുവൻ ചിലപ്പോൾ കാണുമായിരിക്കും. ഇപ്പുറത്ത് ഗിരീഷിന്റെ സുപ്രീം കുറച്ച് ഇതെല്ലാം ഹിറ്റായിട്ടുള്ള ഗിരീഷിന്റെ ബദല യൂണിറ്റ് വരുന്നു. അപ്പൊ അയാൾ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടോ? ഏതെടുക്കണം? ഏതാണ് നല്ലത്? മക്കളെ, നിങ്ങൾ ഈ കാര്യം ഇനി അങ്ങോട്ട് വളരെ തോറും നേരിടും. ഒന്ന്, കൂട്ടുകാരും അവർ കൂട്ടുകൂടി കൊണ്ടാണ് എന്നെ വിളിച്ചില്ല, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പിൽ ഈ കോഴ്സ് ഉണ്ടോ ആ കോഴ്സ് ഉണ്ടോ, ഏതാണ് ബെറ്റർ? ജീവിതം എന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഇതാണ്, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ചിലത് നഷ്ടപ്പെടും. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഈസ് ഗ്യാരണ്ടീഡ്. നോ മാറ്റർ വാട്ട് യു ഡു, യു വിൽ ലൂസ് സംതിങ്. നിങ്ങൾ വേൾഡ് കപ്പ് ഫുട്ബോൾ കണ്ടായിരുന്നോ? ഇവിടെ എത്ര ഫാൻസ് ആൾക്കാർ അത് ചെക്ക് ചെയ്യട്ടെ. ഇതിൽ കൊച്ചിരിക്കോ കൈഡിക്കോ ചെയ്യാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആളെ പേര് എഴുതുമ്പോ നെയ്മർ ഒരാൾ കൈഡിക്കാൻ ശ്രമിച്ചിട്ട് വേണ്ടെന്ന് വെച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിയോണൽ മെസ്സി. നമുക്കറിയാം ഫുട്ബോൾ ലോകത്തിൽ ആജന്മ ശത്രുക്കളാണ് റൊണാൾഡോന്റെയും മെസ്സിയുടെയും ഫാൻസ്, അല്ലേ? ഇവരുടെ വേൾഡിൽ ഏറ്റവും ഫോളോ ചെയ്യുന്ന മോസ്റ്റ് ഫോളോഡ് മാൻ ഓൺ എർത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. സെക്കൻഡ് നിൽക്കുന്നത് ലിയോണൽ മെസ്സിയാണ്. ഇവർ പരസ്പരം അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇന്നലെ ലയണൽ മെസ്സി ഒരു പോസ്റ്റിന് താഴെ ചരിത്രത്തിൽ ആദ്യമായി ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കമന്റ് ഇട്ടു. ചരിത്രത്തിൽ റൊണാൾഡോ ഇട്ട കമന്റിന് ഇപ്പോൾ ഓൾറെഡി 2 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റ് ഇതായിരുന്നു: മെസ്സിയുടെ ഫാദർ മരിച്ചു. വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് അൾജീരിയയുമായിട്ടുള്ള ആദ്യത്തെ മാച്ചിൽ മെസ്സി ഗോൾ അടിച്ചതിന് ശേഷം അയാൾ കരയാണ്. ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കടുത്ത മെസ്സിയാണെന്ന് വിചാരിച്ചു. ഒരു വേൾഡ് കപ്പിലും കൂടി അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ അടിച്ചുകൊണ്ട് ആ മനുഷ്യൻ വികാരാധീനരായിരുന്നു. മെസ്സിയുടെ എല്ലാ ടൂർണമെന്റിലും, അയാൾ പങ്കെടുക്കുന്ന എല്ലാ ടൂർണമെന്റിലും ഗാലറിയിൽ ഒരാൾ എപ്പോഴും കൂടിയിട്ടായിരുന്നു, അയാളുടെ പിതാവ്. സീരിയസ് ആയിട്ടുള്ള അസുഖം, അദ്ദേഹം ആശുപത്രിയിലാണ്, മരണത്തോട് മല്ലിടുകയാണ്. ആ ഗോൾ അടിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യത്തിന് വേണ്ടി ഗോൾ അടിച്ചുള്ള സന്തോഷത്തിലല്ല അയാൾ കിടന്നത്. ഇത് കാണാൻ ഗാലറിയിൽ അപ്പനില്ല. ടൂർണമെന്റ് മുമ്പോട്ട് പോകുന്നതോറും മെസ്സി പറയുന്നുണ്ടായിരുന്നു അപ്പോഴോട്, നമ്മൾ ഫൈനലെത്തും, നമ്മൾ ഫൈനലെത്തും, അപ്പോഴേക്കും അപ്പൻ സുഖം പ്രാപിക്കും, ഞാൻ ടിക്കറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്, അപ്പം വരും. കാരണം ഞാൻ കളിച്ച എല്ലാ ഫൈനലിലും അപ്പനുണ്ടായിരുന്നു. പക്ഷെ അവസാനമായപ്പോഴേക്കും അയാൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. മെസ്സി വേൾഡ് കപ്പ് തോറ്റ് 2014 മെസ്സി വേൾഡ് കപ്പ് തോറ്റിട്ടുണ്ട്. പക്ഷെ അയാൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞിട്ടില്ല. പക്ഷെ ലാസ്റ്റ് വേൾഡ് കപ്പ് ഈ കഴിഞ്ഞ സ്പെയിനോട് അയാൾ വാർത്തി കരയാൻ കാരണം അപ്പനെ ഓടുന്ന വൈകാതെ അയാൾ മരിച്ചു. ഇന്നലെ മെസ്സി വികാരാധീനായി പോസ്റ്റ് ഇട്ടു. ഒരു മെസ്സി ആരാധന എന്നെ വേദനിപ്പിക്കുന്ന പോസ്റ്റാണ്: അപ്പാ, ഇനി എന്റെ കാലുകൾക്ക് എത്ര കാലം ഫുട്ബോൾ നടത്താൻ പറ്റുന്ന അറിയില്ല. കാരണം എന്റെ എനർജി നിങ്ങളായിരുന്നു. ലോകം കീഴടക്കിയ മെസ്സി പോലെ ആവാൻ ആഗ്രഹിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ അയാളെ ആഹ്ലാദത്തോടെ സ്നേഹം നോക്കുമ്പോൾ അയാൾക്ക് അപ്പലില്ല. നമ്മൾക്കുള്ള ഒരു കാര്യമാണ് അയാൾക്കില്ലാത്തത്. എന്ത് നേടുമ്പോഴും എന്തൊക്കെയോ നഷ്ടമാകുന്നത്. പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സിനിമ ഇറങ്ങി സുപ്രീം ഡൗണൊക്കെയായി ഒരു പൃഥ്വിരാജ് എനിക്ക് ദുൽഖറിനോട് അസൂയുണ്ട്. നമ്മൾ വിചാരിച്ച് കൂടുതൽ പണം ദുൽഖറിന് കിട്ടുന്നോണ്ടാണ്. പൃഥ്വിരാജ് പറഞ്ഞത് ദുൽഖറിന്റെ ആ സന്തോഷം സക്സസ് കാണാൻ ദുൽഖറിന്റെ വാപ്പച്ചി കൂടെയുണ്ട്, എന്റെ സക്സസ് കാണാൻ അപ്പനില്ല. ये जवानी और दीवानी और സിനിമയുണ്ട്, रणबीर കപൂറിന്റെയും ദീപിക പദുക്കോന്റെയും. അതിനകത്ത് നായിക ഒരു ഡയലോഗ് പറയുന്നുണ്ട് रणबीरिനോട്. അതിങ്ങനെയാണ്: जितना भी ट्राई करो लाइफ में कुछ ना कुछ छूटेगा नहीं, तो जहां है वही का मजा लेते हैं. എന്ന് വെച്ചാൽ മോനെ, നമ്മൾ എന്തൊക്കെ കാണിച്ചു നോക്കിയാലും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കും. അതുകൊണ്ട് എവിടെയായിരിക്കുന്നു അത് മാക്സിമം ആസ്വദിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ റീച്ച് ചിലപ്പോൾ നാളെ iPhone 17 Pro Max കിട്ടുന്നതിൻ്റെയാണോ, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം റീച്ച് കിട്ടുന്നതാണോ? ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിൽ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ള വിരാട് കോഹ്ലിയാണ്. വിരാട് കോഹ്ലിക്ക് അസുഖം ഉണ്ടായിരുന്നു, ഇമ്പോസ്റ്റർ സിൻഡ്രോം. 2023 വരെ അയാൾ പേടിച്ച ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് അയാൾക്കുണ്ടായിരുന്നു. കാരണം
നെറ്റിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ യങ് പ്ലേയേഴ്സ് ബോൾ ഇട്ട് കൊടുക്കാൻ വരും. വിരാട് കോഹ്ലിക്ക് പലരായ വിക്കറ്റ് എടുക്കുന്നു. അപ്പൊ വിരാട് കോഹ്ലി ചിന്തിക്കുന്നത് ഞാൻ ഇത്രയൊക്കെ ഉള്ള പിള്ളേർക്ക് എന്തു ഞാൻ ഇത്രകാലത്താക്കി ലെഗസി എന്നെക്കൊണ്ടൊന്നും സ്കോർ ചെയ്യാൻ പറ്റില്ല. 3 വർഷം അയാൾക്ക് സെഞ്ചുറി പോലും ഉണ്ടാവില്ല. അയാളുടെ ബാറ്റ് ഉപേക്ഷിച്ചു. 1 മാസം അയാൾ ബാറ്റ് തൊട്ടില്ല. കോച്ചായിട്ട് രാഹുൽ ദ്രാവിഡും ബാറ്റിംഗ് കോച്ചും അയാളോട് പറയാണ് നീ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ എടാ നീ രാജ്യത്തിന് വേണ്ടി ചെയ്ത് ഇത്ര കാര്യങ്ങൾ നീ ചെയ്തിട്ടുണ്ട്. നീ തിരിച്ചു വരണം, പേടിക്കല്ലേ, നീ ലെജൻഡാണ്, നിന്റെ പേരിനോ സൽപ്പേരിനോ ചീത്ത ഒന്നും സംഭവിക്കില്ല. 3 വർഷം സെഞ്ചുറി അടിച്ചു സാരമില്ല. ആലോചിച്ച് നോക്കൂ, വിരാട് കോഹ്ലി അയാൾ ഒരു ഫോർവേഡ് വരെ കൊണ്ടുപോയി. അപ്പൊ ആദ്യം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുള്ളത് നഷ്ടങ്ങളിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകും. കഴിഞ്ഞ ദിവസം നമ്മള് അപ്പച്ചന്റെ സൈഡിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്നവർക്ക് 2 ആന്റിമാരുടെ മുഖത്ത് മാത്രം വലിയ സന്തോഷമില്ല. 2 പേര് ഭർത്താക്കന്മാർ മരിച്ചതാണ്. എന്തോ ഒരു നമുക്ക് നഷ്ടമുണ്ട്. അപ്പനെ കുറിച്ച് നിരന്തരം പരാതി പറയുന്ന എന്റെ അമ്മയുണ്ട് കൂടെ. പരസ്പരം പരാതിയാണ് എപ്പോഴും. അപ്പനെ എപ്പോഴും നാടുകളാക്കാൻ നടന്നു. വേണ്ടത്ര സമയത്തൊന്നും അപ്പനെ കിട്ടിയില്ല. അപ്പൻ കാറ്റഗറി സെറ്റ് മാസ്റ്റർ ആയിരുന്നു. വേദപാഠം പഠിപ്പിക്കാൻ പോയി. ഒരു ഞായറാഴ്ച പോലെ പോലും അമ്മയെ എന്റെ കണ്ടിട്ടില്ല പരാതി പറയുന്ന അമ്മയോട് ഞാൻ പറയും, അമ്മ അവരെ 2 പേരെ നോക്ക്, ആ മനുഷ്യൻ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഈസ് എലൈവ് ആൻഡ് അവൈലബിൾ. അതുപോലെ അപ്പൻ കാറ്റഗറി സെറ്റ് മാസ്റ്റർ ഇങ്ങനെ പഠിപ്പിക്കാൻ നടന്നുകൊണ്ട് കുറെ അച്ഛന്മാരെ ബന്ധമുണ്ടായി. നമ്മുടെ മുത്തുചേട്ടൻ ആദർശിന് ദീപികാ പത്രത്തിൽ ജോലി കിട്ടാൻ കാരണമായിട്ട് അപ്പന്റെ സ്വാധീനമല്ലേ. അമ്മയ്ക്ക് കുറെയൊക്കെ അപ്പൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കുടുംബത്തിന് ഉപകാരമുണ്ടായി. അങ്ങനെ കണ്ടാൽ അതിനെ പുറത്തു കടന്നു പോയി. എനിക്ക് നിങ്ങളൊക്കെ പറയാനുള്ളത് നഷ്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾക്ക് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. എനിക്കത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ആലോചിക്കുകയും വാങ്ങിച്ചതാണ് കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്. പിന്നെ പറയുന്നൊരു കാര്യം, എന്റെ ഗുരു എന്നോട് പറഞ്ഞതാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1.5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. എന്നോട് ആളുകൾ ചോദിക്കും, എന്ത് നിരന്തര വീഡിയോസ് ഇടാത്തെ, റെലവന്റ് ആയി നിൽക്കണ്ടേ, എന്നോട് പുതിയ വീഡിയോസ് ചെയ്യാത്ത. ഞാൻ എനിക്ക് അറിയണ്ട. എന്റെ ഗുരു എന്നോട് പറഞ്ഞാൽ പീസ്ഫുൾ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ സ്ട്രെസ്ഫുൾ സക്സസ്. പീസ്ഫുൾ പ്രോഗ്രസ് ഈസ് ബെറ്റർ ദാൻ സ്ട്രെസ്ഫുൾ സക്സസ്. നിങ്ങൾ ഇന്ന് തുടങ്ങി നിങ്ങളെ നിങ്ങളുടെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ പരാതി സങ്കടമായിട്ടൊന്നും ഒറ്റയ്ക്ക് ഇരിക്കണ്ട. നിങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണാൻ പഠിക്കണം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയാൽ സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. ആദ്യത്തെ സ്പീച്ച് പകുതിക്ക് വെച്ച് നിർത്തിപ്പോയാലാണ് ഞാൻ 4ാം ക്ലാസ് പഠിക്കുന്നത്. ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു, ചീരിപ്പായുന്ന വെടികൊണ്ടുള്ള മുമ്പിൽ വിരിമാനീകരിച്ചിരുന്ന ധീര ജവാന്മാരുടെ ചുടുവീണ മണ്ണിൽ നിന്നുകൊണ്ട് നേടിയ സ്വാതന്ത്ര്യം. ഇതായിരുന്നു വാചകം. ചേട്ടൻ എഴുതുന്ന ചീരിപ്പായുന്ന വെടികൊണ്ട് പിന്നൊന്നും വന്നില്ല. ചീരിപ്പായുന്ന ഈ ചീരിപ്പായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കന്യാസ്ത്രീ പറഞ്ഞു വെടിവെച്ചത് മതി പോലെ ആ എന്നെയാണ് നിങ്ങൾ പേപ്പർ പ്രസന്റ് ചെയ്യാൻ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ ഒരു ഏജിൽ മാർക്ക് കുറഞ്ഞതോ അവഗണിക്കപ്പെടുന്നതോ ഒന്നും വലിയ കാര്യങ്ങൾ തിരഞ്ഞെടുക്കണ്ട. ഇതിങ്ങനെ മുമ്പോട്ട് ലൈഫിലോട്ട് പോകും. ഇതിൽ നിന്ന് അതായിരുന്നു, അതിൽ നിന്ന് ഇതായിരുന്നു, ഈ സ്കൂൾ തന്നെയാണ് വെട്ടുന്നത്, എന്റെ കൂട്ടുകാർക്ക് അതിൽ നിന്ന് സ്കൂളിൽ പഠിച്ചു. നത്തിങ് ലൈക്ക് ദാറ്റ്. എല്ലാം നേടിയവർക്കും സങ്കടങ്ങളുണ്ട്. 35 മില്യൺ ഫോളോവേഴ്സ് സിനിമ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ചാൻസ് കിട്ടാൻ വേണ്ടി തെണ്ടി നടന്നിട്ടുള്ള ഒരു ചാൻസ് പോലും കിട്ടാത്ത ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തു. സിനിമയിൽ കയറി അഭിനയിച്ച് ഓസ്കാർ കിട്ടിയാണ് ആത്മഹത്യ ചെയ്തു. അപ്പൊ സിനിമയല്ല പ്രശ്നം. നമ്മുടെ ഈ യുദ്ധം വാശി പിടിക്കാത്ത ഹൃദയം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വലിയൊരു കാര്യം എനിക്ക് തോന്നുന്നു. 4ാം ക്ലാസ് തുടങ്ങി ടൂറിനോട്ടെന്ന് പറഞ്ഞ് കറങ്ങിട്ട് 10ാം ക്ലാസ്സിൽ ബാംഗ്ലൂർ സ്കൂട്ടി കണ്ടവരാണ് ഞാൻ. അതുകൊണ്ട് ഇന്നും എനിക്ക് വിചാരിച്ച പോലെ കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ വലിയ സങ്കടമൊന്നുമില്ല. വൈകാതെ ബാംഗ്ലൂർ സ്കൂട്ടി വരും. അതിൽ വിശ്വസിച്ച അങ്ങനെ ഒന്ന് കിട്ടിയതിൽ സന്തോഷിച്ചു പോകുമ്പോൾ നമുക്ക് വേറെ സങ്കടങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു കാര്യം പറയാൻ ടോക്ക് അതിന്റെ പേര് നമുക്ക് എന്തുണ്ടായാലും നല്ലൊരു അപ്പനുണ്ട്, നല്ലൊരു അമ്മയുണ്ട്, നല്ലൊരു മൊബൈലുണ്ട്, നല്ലൊരു പാടാനറിയാം, കണക്കിൽ ഞാൻ മിടുക്കനാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടെത്തേണ്ടത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ 20 വയസ്സത്തേക്കാൾ മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടെത്തേണ്ടത് ഒരു മെന്ററാണ്. മെന്റർ. എനിക്ക് എന്റെ 11ാമത്തെ വയസ്സിൽ കിട്ടിയ ഒരു മനുഷ്യൻ വിൻസെന്റ് കൊണ്ടുവന്നു വെച്ച് ഇന്നും സങ്കടപരമായി ഓടിപ്പോകുന്നത് ആ മനുഷ്യന്റെ എന്തൊക്കെയാണ്. ഞാൻ ഈ മനുഷ്യനെ തേടി പോകുന്നതാണ്. ഞാൻ ഇന്ന് തിരുമേനിയോട് പറഞ്ഞൊരു കാര്യം, തിരുമേനി ഇന്നീ ടോക്ക് കഴിയുമ്പോൾ
10 മിനിറ്റ് നമ്മൾ സംസാരിക്കാമോ? I have some questions. ഞാൻ പുസ്തകം വായിച്ചുകൊണ്ടും അദ്ദേഹം പ്രഭാഷണം കേട്ടുകൊണ്ട് ഞാൻ പറയാറുണ്ട്, എനിക്കൊന്ന് സംസാരിക്കണം. എന്തിനാ ചോദ്യം ഉത്തരം കിട്ടിയെങ്കിലും നിങ്ങൾ അന്വേഷിക്കണം. നല്ലൊരു ഗുരുവിനെ, ചിലപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കുന്ന അധ്യാപകരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ ചോദിക്കണം, ആരെങ്കിലൊക്കെ നമ്മൾ ഗൈഡ് ചെയ്ത് നിങ്ങളൊരു മെന്ററിലേക്ക്, ആ മെന്റർ മാറും വരെ നിങ്ങൾക്കൊരു സ്ട്രെങ്ത് ആയിരിക്കും. എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുമായിട്ട് നിരന്തര തർക്കങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റപ്പോൾ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് നടക്കാൻ എനിക്കൊരു മെന്റർ ഉണ്ടായിരുന്നു. മെന്റേഴ്സ് ഉണ്ട്. ബോബി ജോസ് കട്ടിക്കാട് വിളിച്ചിട്ടുണ്ട്, വിൻസെന്റ് കുന്നോളം ഉപയോഗിച്ചിട്ടുണ്ട്, ഋഷികേഷ് മുണ്ടാണ് ഒരു സുഹൃത്തുണ്ട്. നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തത് ഗാഡ്ജറ്റ്സിലല്ല, നല്ല സൗഹൃദങ്ങൾ, നല്ല മെന്റേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വലിയ സംഘടനകൾ കടന്നുപോയാലും നമുക്കൊരു ബലമുണ്ടാവും. ഒരു ചോദ്യം ചോദിച്ച് ഒന്ന് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ നിർത്തി ടോക്ക് അവസാനിപ്പിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സ് കണ്ടായിരുന്നു. മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്ക് എന്ന് പറഞ്ഞ 13 ആളുകൾ നേരിട്ട് തിരിച്ചു കയറാത്ത മരിച്ചുപോയതാണ്. അവിടേക്ക് ഒരു കൂട്ടുകാരുണ്ടപ്പോൾ ആ കൂട്ടുകാരെ രക്ഷിക്കാൻ മറ്റു ഫ്രണ്ട്സ് അറിയാം, കഥകളൊക്കെ അറിയാലോ. എന്റെ ചോദ്യം ഇതാണ്, ആ ഗുണാക്കൾ വീണു പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇറങ്ങാൻ പോകുന്ന സുഹൃത്തായിരിക്കും. അങ്ങനെ ഇറങ്ങാൻ മാത്രം ഒരു മുഖമെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ? അല്ലെങ്കിൽ നാളെ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ആ കുടിയിലേക്ക് ഇറങ്ങുക? അതിന് ഉത്തരം കണ്ടെത്തുന്നത് ഈ ഫോർവേഡ് ഡിസിപ്ലിൻ ആവും. ഇത്ര നേരം കേട്ടത്